വേ ടു വിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ ഒപ്റ്റോമെട്രി പി എസ് സി എക്സാമിൻ്റെ സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസും ആവശ്യമുള്ളതിന് അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഉണ്ടാവും. ഈ വർഷത്തെ എക്സാമിൻ്റെ ഒഫീഷ്യൽ സിലബസ് വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷവും അതുപോലെ മുമ്പുണ്ടായിരുന്ന എക്സാമിൻ്റെയും സിലബസിൽ യാതൊരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ടുള്ള ആ സിലബസ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കും റെഫർ ചെയ്തിട്ട് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് ആണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാറ്റമി ഓഫ് ദി ഐബോൾ ആണ്. അതിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കംപ്ലീറ്റഡ് അല്ല, ഇനി കുറച്ച് ക്ലാസ്സുകൾ കൂടി ഇത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി വരും. നിങ്ങളിത് മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസും ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങളും എന്തായാലും വായിക്കണം. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസും കൂടെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഇതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് കൂടെ ഉണ്ടാവും. അതും എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെൽസ് ഓഫ് റെറ്റിന ആർ റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോപിക് വിഷൻ? ആൻസർ ഈസ് കോൺ സെൽസ്. ഫോട്ടോപിക് വിഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് വിഷൻ അണ്ടർ വെൽ ലൈറ്റ് കണ്ടീഷൻ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഉള്ളപ്പോൾ നമുക്ക് വിഷൻ കാരണമാകുന്നത് കോൺ സെൽസ് വഴിയാണ്. അതുപോലെ കളർ പെർസെപ്ഷനും സഹായിക്കുന്നത് കോൺ സെൽസ് ആണ്. ഫോട്ടോപിക് വിഷൻ കൂടാതെ മീസോപിക് വിഷനും ഉണ്ട്, അതുപോലെ സ്കോട്ടോപിക് വിഷനും ഉണ്ട്. അതിൽ ഈ സ്കോട്ടോപിക് വിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ റോഡ് സെൽസിൻ്റെ ഫംഗ്ഷനാണ്. അതായത് വെരി ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത്, നമ്മളെ വിഷന് ഹെൽപ്പ് ചെയ്യുന്നത് റോഡ് സെൽസ് ആണ്. അതാണ് സ്കോട്ടോപിക് വിഷൻ എന്ന് പറയുന്നത്. ഇനി മീസോപിക് വിഷൻ ലഭിക്കുന്നത് കോൺ സെൽസിൻ്റെയും റോഡ് സെൽസിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ഷൻ മൂലമാണ്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ വഴി 3 കാര്യങ്ങളാണ് പരിചയപ്പെട്ടത്. ഫോട്ടോപിക് വിഷൻ, അതുപോലെ മീസോപിക് വിഷൻ, അതുപോലെ സ്കോട്ടോപിക് വിഷൻ. അതിൽ ഫോട്ടോപിക് ആകുമ്പോൾ കോൺ സെൽസ്, മീസോപിക് ആകുമ്പോൾ കോൺ സെൽസിൻ്റെയും അതുപോലെ റോഡ് സെൽസിൻ്റെയും കമ്പൈൻഡ് ആക്ഷൻ, ആൻഡ് സ്കോട്ടോപിക് വരുമ്പോൾ വെറും റോഡ് സെൽസ് മാത്രം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്ലിയറ ഡെവലപ്സ് ഫ്രം മീസോഡം. മീസോഡമിൽ നിന്നുമാണ് സ്ക്ലിയറ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഒപ്റ്റിക് നെർവ് ഡെവലപ്സ് ഫ്രം ന്യൂറോ എക്ടോഡം. ലെൻസ് ആൻഡ് ലാക്രിമൽ ഗ്ലാൻസ് ഡെവലപ്സ് ഫ്രം സർഫസ് എക്ടോഡം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. നമുക്ക് ഈ ഓരോ സ്ട്രക്ചേഴ്സിൽ നിന്നും, അതായത് ഓരോ ജെർമിനേറ്റീവ് ലെയേഴ്സിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സ് പഠിക്കേണ്ടതുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കാം. ആദ്യം ന്യൂറോ എക്ടോഡമിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സ്. അതിൽപ്പെട്ടതാണ് ഒപ്റ്റിക് നെർവ്, റെറ്റിന ഇൻക്ലൂഡിംഗ് ദി റെറ്റിനൽ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയം, എപ്പിത്തീലിയം ഓഫ് സീലിയറി ബോഡി, എപ്പിത്തീലിയം ഓഫ് ദി ഐറിസ്, സ്ഫിങ്ക്ചർ ആൻഡ് ഡയലേറ്റർ പിപ്പല്ലേ മസിൽ, സിലിയറി സോന്യൂൾസ്, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി വിട്രിയസ്. ഇതിൽ റെറ്റിനയും ഒപ്റ്റിക് നെർവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സർഫസ് എക്ടോഡമിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് എപ്പിത്തീലിയം ഓഫ് കൺജങ്ക്റ്റീവ, എപ്പിത്തീലിയം ഓഫ് കോർണിയ, ലെൻസ്, ലാക്രിമൽ ഗ്ലാൻസ്, സ്കിൻ ഓഫ് ഐലിഡ്സ്. എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതിൽ ലെൻസും ലാക്രിമൽ ഗ്ലാൻസും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. 2 L വരുന്നത് സർഫസ് എക്ടോഡമിലാണെന്ന് ആലോചിച്ച് വെക്കുക. അടുത്തത് ന്യൂറൽ ക്രസ്റ്റ് സെൽസ്. അതിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് സ്ട്രോമ, ഡെസ്മെൻസ് മെംബ്രെയിൻ ആൻഡ് എൻഡോത്തീലിയം ഓഫ് ദി കോർണിയ. കോർണിയയുടെ എപ്പിത്തീലിയം വരുന്നത് സർഫസ് എക്ടോഡമിൽ നിന്നാണെന്ന് പറഞ്ഞിരുന്നു. ബാക്കിയുള്ള എല്ലാ സ്ട്രക്ചേഴ്സും കോർണിയയുടെ വരുന്നത് ന്യൂറൽ ക്രസ്റ്റ് സെൽസിൽ നിന്നുമാണ്. അടുത്ത സ്ട്രക്ചർ ആംഗിൾ ഓഫ് ആൻറ്റീരിയർ ചാമ്പർ, സ്ട്രോമ ഓഫ് ദി ഐറിസ്, സീലിയറി ബോഡി ആൻഡ് കൊറോയിഡ്, പ്രൈമറി വിട്രിയസ്. ഇതിൽ സീലിയറി ബോഡിയും കൊറോയിഡും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ പ്രൈമറി വിട്രിയസും ഇമ്പോർട്ടൻ്റ് ആണ്. സീലിയറി ബോഡിയുടെ എപ്പിത്തീലിയം വരുന്നത് ന്യൂറോ എക്ടോഡമിൽ നിന്നും ആണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ സെക്കൻഡറി ടെർഷ്യറി വിട്രിയസ് വരുന്നതും ന്യൂറോ എക്ടോഡമിൽ നിന്നും ആയിരുന്നു. എന്നാൽ പ്രൈമറി വിട്രിയസ് വരുന്നത് ന്യൂറൽ ക്രസ്റ്റ് സെൽസിൽ നിന്നും ആണ്. അടുത്തത് മീസോഡമിൽ നിന്നും വരുന്ന സ്ട്രക്ചേഴ്സ്. ഇതിലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്ലീറ, വാൾസ് ഓഫ് ദി ഓർബിറ്റ്, എക്സ്ട്രാ ഓക്കുലർ മസിൽസ്, കണക്റ്റീവ് ടിഷ്യൂ ഓഫ് ഓർബിറ്റ്, ഐലിഡ്സ്. ഓർബിറ്റിൻ്റെ എല്ലാ സ്ട്രക്ചേഴ്സും വരുന്നത് മീസോഡമിൽ തന്നെയാണ്. അതുകൂടാതെ ഐലിഡ്സിൻ്റെ സ്കിന്ന് വരുന്നത് സർഫസ് എക്ടോഡം എന്നാണ് നമ്മൾ പറഞ്ഞു. പക്ഷേ ഐലിഡ്സ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് മീസോഡമിലാണ് വരിക. പിന്നെ എക്സ്ട്രാക്കുലർ മസിൽസും സ്ക്ലീറയും. എക്സ്ട്രാക്കുലർ മസിൽസ് ആ മസിൽസ് എന്ന് വരുന്നതുകൊണ്ട് മീസോഡം എന്ന് നമ്മൾ ഓർത്തിരിക്കും. സ്ക്ലീറ എന്തായാലും ശ്രദ്ധിക്കുക, മീസോഡമിൽ നിന്നുമാണ്. അപ്പോൾ ഈ ടേബിൾ എല്ലാവരും നല്ലപോലെ പഠിച്ചു വെക്കുക.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് പാർട്ട് ഓഫ് ദി റെറ്റിന ഹാസ് ഗ്രേറ്റസ്റ്റ് സെൻസിറ്റിവിറ്റി ടു ലൈറ്റ്? ആൻസർ ഫോവിയ സെൻട്രാലിസ്. ചിലപ്പോൾ ആൻസറിൽ ഫോവിയ സെൻട്രാലിസ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഫോവിയ എന്ന് മാത്രമായിരിക്കും. ഈ ഫോവിയയും കണ്ടിട്ടില്ലെങ്കിൽ മാക്കുല ലൂട്ടിയ എന്നുണ്ടാവും, അത് ആൻസർ ചെയ്യണം. മാക്കുല ലൂട്ടിയൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പോർഷനാണ് ഫോവിയ സെൻട്രാലിസ്. കോൺസ് ഏറ്റവും കൂടുതൽ കാണുന്നതും ഈ ഒരു ഭാഗത്താണ്, അതുകൂടെ ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The 3 pigments in the retina have their major sensitivities. Answer is red, green and blue. Red, green, blue. ഈ പിഗ്മെൻസിനാണ് റെറ്റിനയിൽ ഏറ്റവും കൂടുതൽ സെൻസിറ്റിവിറ്റി ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അപ്രോക്സിമേറ്റ് വോളിയം ഓഫ് ദി ഓർബിറ്റ്? ആൻസർ ഈസ് 30 ml. 30 ml ആണ് നമ്മുടെ ഓർബിറ്റിൻ്റെ അപ്രോക്സിമേറ്റ് വോളിയം. നെക്സ്റ്റ്. പാസ് പ്ലൈക്കേറ്റ് ആൻഡ് പാസ് പ്ലാന ആർ ദി പാർട്സ് ഓഫ്? പാസ് പ്ലൈക്കേറ്റയും പാസ് പ്ലാനയും സീലിയറി ബോഡിയുടെ പാർട്ടാണ്. ഇതിൽ പാസ് പ്ലൈക്കേറ്റ് ആൻറ്റീരിയർ പോർഷനും പാസ് പ്ലാന പോസ്റ്റീരിയർ പോർഷനുമാണ്. പാസ് പ്ലാന ഒരു സ്മൂത്ത് സർഫസ് കൂടെയാണ്. സീലിയറി ബോഡി ഉവയുടെ പോർഷനായിട്ട് വരുന്നതാണ്. ഉവയിൽ വരുന്നതാണ് ഐറിസ്, സീലിയറി ബോഡി, കൊറോയിഡൊക്കെ. അപ്പോൾ അതിലൊരു ഭാഗമാണ് സീലിയറി ബോഡി. ഉവിയ അറിയാമല്ലോ, ഉവിയ അല്ലെങ്കിൽ വാസ്കുലാർ കോട്ട്. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. അക്വസ് ഹ്യൂമർ ഈസ് സെക്രിയേറ്റഡ് ബൈ? സീലിയറി ബോഡി. സീലിയറി ബോഡിയാണ്. സീലിയറി ബോഡീൻ്റെ ഉള്ളിൽ സീലിയറി പ്രോസസ്സൊക്കെ ഉണ്ട്, അതുവഴിയാണ് അക്വസ് ഹ്യൂമർ സെക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്വസ് ഓർ വാട്ടറി ലെയർ ഓഫ് ടിയർ ഫിലിം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ? മെയിൻ ലാക്രിമൽ ഗ്ലാൻഡ് ആൻഡ് ആക്സസറി ലാക്രിമൽ ഗ്ലാൻഡ്സ്. ടിയർ ഫിലിമിന് 3 ലെയേഴ്സാണുള്ളത്, അത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. ലിപ്പിഡ് ഓർ ഓയിലി ലെയർ, അതുപോലെ അക്വസ് ലെയർ ആൻഡ് മ്യൂക്കസ് ലെയർ. ഇതിൽ ലിപ്പിഡ് അഥവാ ഓയിലി ലെയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയ്ബോമിൻ ഗ്ലാൻസിൻ്റെ സെക്രിയേഷനും അതുകൂടാണ്ട് കുറച്ച് ഗ്ലാൻസ് ഓഫ് സീസ്, ഗ്ലാൻസ് ഓഫ് മോള് ഇവയുടെ സെക്രിയേഷൻസും കൂടിയിട്ടാണ് ഏറ്റവും സൂപ്പർഫിഷ്യലായിട്ട് കാണുന്ന ലെയറും ലിപ്പിഡ് ലെയറാണ്. ടിയർ ഫിലിമിൻ്റെ മിഡിലിൽ കാണുന്ന ലെയറാണ് അക്വസ് അല്ലെങ്കിൽ വാട്ടറി ലെയർ. ഇതാണ് ഇതിൻ്റെ മേജർ പോർഷനും ടിയേഴ്സ് സെക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തു നിന്നുമാണ്. ഇത് ലാക്രിമൽ ഗ്ലാൻസും അതുപോലെ അതിൻ്റെ ആക്സസറി ലാക്രിമൽ ഗ്ലാൻസും കൂടെയാണ് ഇവിടെ സെക്രിയേഷൻ നടത്തുന്നത്. കോർണൽ എപ്പിത്തീലുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഏറ്റവും താഴെയുള്ള ലെയറാണ് മ്യൂക്കസ് ലെയർ അല്ലെങ്കിൽ മ്യൂക്കോയിഡ് ലെയർ. ഇത് സെക്രിയേറ്റ് ചെയ്യുന്നത് ഗോബ്ലറ്റ് സെൽസ് ആണ്. അപ്പോൾ ടിയർ ഫിലിമിന് 3 ലെയേഴ്സാണുള്ളത്. ഫസ്റ്റ് ലിപ്പിഡ് അല്ലെങ്കിൽ ഓയിലി ലെയർ, പിന്നെ അക്വസ് ലെയർ അല്ലെങ്കിൽ വാട്ടർ ലെയർ, താഴെയായിട്ട് മ്യൂക്കോയിഡ് ലെയർ. അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെയിൻ കമ്പോണൻറ്റ് ഓഫ് ഹ്യൂമൻ ലെൻസ് ഈസ്? ഹ്യൂമൻ ലെൻസിൻ്റെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടർ ഒരു 65% വാട്ടറാണ് ലെൻസിൽ അടങ്ങിയിരിക്കുന്നത്. ബാക്കി 35%-ലൊക്കെ ലെൻസ് പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് അക്കോമഡേഷൻ AC ഡെപ്ത് വിൽ ഡിക്രീസ്? അക്കോമഡേഷൻ്റെ സമയത്ത് ആൻറ്റീരിയർ ചേംബർ ഡെപ്ത് കുറയാണ് ചെയ്യുക, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഡ്യൂറിങ് അക്കോമഡേഷൻ കോർണിയൽ കർവേച്ചർ വിൽ റിമൈൻ സെയിം? കോർണിയൽ കർവേച്ചറിൽ അക്കോമഡേഷൻ്റെ സമയത്ത് ഒരു മാറ്റവും വരുന്നില്ല. കാരണം അക്കോമഡേഷൻ ലെൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ കോർണിയയുടെ അവിടെ അതുമായിട്ട് ഒരു ബന്ധവും വരുന്നില്ല. അക്കോമഡേഷൻ്റെ സമയത്ത് കോർണിയൽ കർവേച്ചർ റിമൈൻ സെയിം. ഈ അക്കോമഡേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചേഞ്ച് അത് കുറച്ച് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കഴിഞ്ഞ DMEയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഉണ്ടായിരുന്നു. അതിൽ ക്വസ്റ്റ്യൻ ലെൻസിൻ്റെ കർവേച്ചറിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചായിരുന്നു. ലെൻസിൻ്റെ ബോത്ത് സർഫസസും ആൻറ്റീരിയർ സർഫസസും അതുപോലെ പോസ്റ്റീരിയർ സർഫസിലും റേഡിയസ് ഓഫ് കർവേച്ചർ ചേഞ്ച് ഉണ്ടാവും, ഡിക്രീസ് ഉണ്ടാവും എന്നായിരുന്നു ആൻസർ വന്നിരുന്നത്. ലെൻസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറാണ് കുറയുക. കർവേച്ചർ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ കർവേച്ചർ കൂടുക ചെയ്യുക. കർവേച്ചറും റേഡിയസ് ഓഫ് കർവേച്ചറും ഇൻവേഴ്സ് ആണ്, അതൊന്ന് ഓർക്കണേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സെഗ്മെൻറ്റ്സ് ഓഫ് ഐ ആർ സെപ്പറേറ്റഡ് ബൈ? ആൻസർ ഈസ് ക്രിസ്റ്റലൈൻ ലെൻസ്. ആൻറ്റീരിയർ സെഗ്മെൻറ്റും പോസ്റ്റീരിയർ സെഗ്മെൻറ്റും ഐൻ്റെ ആൻറ്റീരിയറും പോസ്റ്റീരിയറും സെഗ്മെൻറ്റ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ ലെൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ചേംബർ ഓഫ് ഐ ആർ സെപ്പറേറ്റഡ് ബൈ? പോസ്റ്റീരിയർ ചേംബറും ആൻറ്റീരിയർ ചേംബറും സെപ്പറേറ്റ് ചെയ്യുന്നത് ഐറിസ് ഡയഫ്രം ആണ്. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് ഒരുമിച്ചിട്ടത്. സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആൻറ്റീരിയർ പോർഷനും പോസ്റ്റീരിയർ പോർഷനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ലെൻസാണ്. എന്നാൽ ചേംബറായിട്ട് ചോദിക്കുകയാണെങ്കിൽ ആൻറ്റീരിയർ ചേംബറും പോസ്റ്റീരിയർ ചേംബറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഐറിസ് വെച്ചിട്ടാണ്. ഈ ആൻറ്റീരിയർ സെഗ്മെൻറ്റിൻ്റെ 2 പോർഷനാണ് ആൻറ്റീരിയർ ചേംബറും പോസ്റ്റീരിയർ ചേംബറും. അതൊന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ദ ജംഗ്ഷൻ ഓഫ് കോർണിയ ആൻഡ് സ്ക്ലിയറ. ആൻസർ ഈസ് ലിംബസ്. കോർണിയയുടെയും സ്ക്ലിയറയുടെയും ഇടയിലുള്ള ജംഗ്ഷനാണ് ലിംബസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 millimeter റിഡക്ഷൻ ഇൻ എ സി ഡെപ്ത് കോസ് ഡാഷ് ഡയോപ്റ്റർ ഇൻക്രീസ് ഇൻ ടോട്ടൽ പവർ ഓഫ് ഐ. അതായത് ആൻറ്റിരി ചേമ്പറിൻ്റെ ഡെപ്ത് ഒരു 1 millimeter കുറയുമ്പോൾ എത്ര മാത്രം കണ്ണിൻ്റെ പവർ കൂടും? ആൻസർ ഈസ് 1.4 ഡയോപ്റ്റർ. 1.4 ഡയോപ്റ്റർ ആണ് 1 millimeter എ സി ഡെപ്ത് കുറയുമ്പോൾ കൂടുന്നത്. കണ്ണിൻ്റെ പവർ കൂടുക ചെയ്യുക. എ സിൻ്റെ ഡെപ്ത് കുറയുമ്പോൾ കണ്ണിൻ്റെ പവർ കൂടുക ചെയ്യുക. അത് 1.4 ഡയോപ്റ്റർ ആണ്. ക്രിസ്റ്റലൈൻ ലെൻസിന് ഫോർവേഡ് ഷിഫ്റ്റ് സംഭവിച്ചാലും കണ്ണിൻ്റെ ടോട്ടൽ പവർ കൂടുകയാണ് ചെയ്യുക. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ റിവേഴ്സ് വരുമ്പോൾ, അതായത് 1 millimeter ഇൻക്രീസ് ആണ് എ സി ഡെപ്തിലെങ്കിൽ 1.4 ഡയോപ്റ്റർ പവർ കുറയുക ചെയ്യുക. അത് ഓപ്പോസിറ്റായിട്ട് ആലോചിച്ച് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടിയർ ലെയർ കണ്ടെയ്ൻ IgA? അക്വസ് ലെയർ. അക്വസ് ലെയറിലാണ് IgA അടങ്ങിയിരിക്കുന്നത്. ലാമിന ഫുസ്ക ഈസ് എ പാർട്ട് ഓഫ് സ്ക്ലിയറ. സ്ക്ലിയറയുടെ ഒരു പാർട്ടാണ് ലാമിന ഫുസ്ക. സ്ക്ലിയറയുടെ അനാട്ടമിയിൽ 3 പോർഷനാണ് പറയുന്നത് മെയിനായിട്ട്. എപ്പിസ്ക്ലിയറ, സ്ക്ലിയറൽ സ്ട്രോമ ആൻഡ് ലാമിന ഫുസ്ക. ഈ ലാമിന ഫുസ്കയാണ് ഏറ്റവും ഇന്നറായിട്ട് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐറിസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സെൻട്രൽ പ്യൂപ്പിലറി സോൺ ആൻഡ് പെരിഫറൽ സീലിയറി സോൺ ബൈ. ആൻസർ ഈസ് കൊളറെറ്റെ. അപ്പോൾ ഐറിസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ മെയിൻ പോർഷൻസിനെ സെൻട്രൽ പ്യൂപ്പിലറി സോണും പെരിഫറൽ സീലിയറി സോണും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊളറെറ്റെ ആണ്. മൈനർ ആർട്ടീരിയൽ സർക്കിൾ ഈസ് പ്രസൻറ്റ് ഓൺ കൊളറെറ്റെ. അതായത് എംബ്രിയോളജിക്കൽ റെമനൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ മൈനർ ആർട്ടീരിയൽ സർക്കിൾ എന്ന് പറയുന്നത്. ഇത് കാണുന്നത് കൊളറെറ്റയിലാണ്. ഇത് കൂടാണ്ട് മേജർ ആർട്ടീരിയൽ സർക്കിൾ എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടെ ഉണ്ട്. ആ ഭാഗം കാണുന്നത് റൂട്ട് ഓഫ് ഐറിസിലാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിക്കസ്റ്റ് വാൾ ഓഫ് ഓർബിറ്റ്. ആൻസർ ഈസ് ലാറ്ററൽ വാൾ. ലാറ്ററൽ വാളാണ് ഓർബിറ്റിൻ്റെ ഏറ്റവും തിക്കസ്റ്റ് ആയിട്ടുള്ള വാൾ. ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള വാൾ ഏതാണെന്ന് ചോദിച്ചാൽ മീഡിയൽ വാളാണ്. ഇതിനൊക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് പറയാനുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാം. അടുത്തത്. വൈ ഷേപ്പ്ഡ് സ്യൂച്ചേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ. വൈ ഷേപ്പ്ഡ് സ്യൂച്ചേഴ്സ് കാണുന്നത് ഫീറ്റൽ ന്യൂക്ലിയസ് ഓഫ് ലെൻസിലാണ്. നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസിൻ്റെ ന്യൂക്ലിയസിനെ നമ്മൾ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് എംബ്രിയോണിക്, ഫീറ്റൽ, ഇൻഫാൻറ്റൈൽ ആൻഡ് അഡൾട്ട്. അതിലെ ഫീറ്റൽ ന്യൂക്ലിയസിലാണ് വൈ ഷേപ്പ്ഡ് സ്യൂച്ചേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെൻസ് ക്യാപ്സ്യൂൾ ഈസ് തിന്നസ്റ്റ് അറ്റ്. ലെൻസ് ക്യാപ്സ്യൂള് ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള പോർഷൻ പോസ്റ്റീരിയർ പോളാണ്. അപ്പോൾ ലെൻസ് ക്യാപ്സ്യൂള് ഏറ്റവും തിക്കസ്റ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണ്? അത് പാരാ ഇക്വറ്റോറിയൽ റീജിയൻ ആണ്. അതും കൂടെ ഓർത്ത് വെക്കുക. ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ളത് പോസ്റ്റീരിയർ പോളിൽ, ഏറ്റവും തിക്കസ്റ്റ് ആയിട്ടുള്ളത് പാരാ ഇക്വറ്റോറിയൽ റീജിയനിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇന്നർമോസ്റ്റ് ന്യൂക്ലിയർ സോൺ ഓഫ് ലെൻസ്. ഏറ്റവും ഉള്ളിലുള്ള ലെൻസിൻ്റെ ന്യൂക്ലിയർ സോൺ എന്ന് പറയുന്നത് അത് എംബ്രിയോണിക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എംബ്രിയോണിക് ആണ്. ഏറ്റവും പുറമേ ഉള്ളത് അഡൾട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള അനാട്ടമി ഓഫ് ദി ഐ, അതിൽ നിന്നുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അതിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് വരും ക്ലാസ്സുകളിൽ ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.